ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ കോലുവള്ളിയിൽ ഭൂമിക്കടിയിലൂടെ ഒഴുകുന്ന സ്വാഭാവിക ജലപാത അടഞ്ഞതിനെ തുടർന്ന് പ്രദേശത്ത് വെള്ളം കെട്ടിക്കിടന്ന് വ്യാപക നാശനഷ്ടമുണ്ടായി. തോട് ഭൂമിക്കടിയിലൂടെ കുറച്ചു ദൂരം ഒഴുകി പിന്നീട് മറ്റൊരു തോടായി പുറത്തേക്ക് ഉത്ഭവിക്കുന്ന പ്രത്യേക ഭൂപ്രകൃതിയാണ് ഇവിടെയുള്ളത്. എന്നാൽ ഭൂമിക്കടിയിലൂടെയുള്ള ജലപാത അടഞ്ഞതോടെ മഴവെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ പ്രദേശത്ത് വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് വെള്ളം കരകവിഞ്ഞൊഴുകി സമീപത്തെ കൃഷിയിടങ്ങളിൽ നാശം വിതച്ചു. മൺതിട്ടകൾ ഇടിഞ്ഞു വീഴുകയും പാലങ്ങാട്ട് ഷിബുവിന്റെ കിണറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. 2 ദിവസമായിട്ട് ഭയങ്കര മഴ വന്നുകൊണ്ട് ഇതൊരു ഗുഹ മാതിരിയാണ്. അങ്ങ് മേലുത്താന്നിന്ന് മുതൽ വരുന്ന വെള്ളം വന്ന് നമ്മുടെ വീട്ടിൻ്റെ ഇതിലെ കൂടെ ആണ്. കുറേ ഭാഗം ഗുഹയായിട്ട് അടിയിലെയും മുകളിൽ പറമ്പുമാണ്. 2 ദിവസം മുമ്പേ ഒരു ദിവസം രാവിലെ വരുമ്പോൾ മൊത്തം വെള്ളക്കെട്ടായി. അടിയിലേ പോകാൻ ഹോൾസ് എങ്ങനെ അടഞ്ഞു പോകാൻ ചെയ്തെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ എൻ്റെ പഞ്ചായത്ത് മെമ്പർ എല്ലാം അറിയിച്ചു, പ്രൊസീസിന് ഇവരെല്ലാം അറിയിച്ചു. എല്ലാവരും വന്നു ഫയർഫോഴ്സ് എല്ലാം നോക്കി. പക്ഷെ ആ ഹോൾസ് അടഞ്ഞു പോയി അവിടെ. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ പൊട്ടി അതിനെ നടുക്കാൻ നമ്മളെ കിണറിൽ ആ കിണറിന്ന് എല്ലാം മൂടി നിറഞ്ഞിങ്ങനെ ഒഴുകി തള്ളി പുറത്തേക്ക് വരെയെന്ന്. കാരണം ഒരു 200 മീറ്റർ ഉണ്ട് ദൂരം. എന്തായാലും അതിപ്പോൾ ഒരു വലിയ അപകടാവസ്ഥയിലായില്ലേ. കാരണം അതെങ്ങാനും മൊത്തം പൊളിഞ്ഞു പോകേണ്ടി വന്നാൽ താഴെയെല്ലാം കുറേ വീടുണ്ട്. അങ്ങനെയല്ല ഇല്ല. ഇപ്പം പറമ്പെല്ലാം പോവും, കിണർ പോവും. മിക്കവാറും കിണർ പോയി എന്നാണ് തോന്നുന്നു. അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിണറാണത്. അതിപ്പം വെള്ളടിക്കാനൊന്നും അല്ല, മോട്ടറിൽ മൂടിയെന്ന് തോന്നുന്നത് മണ്ണ് കയറിയിട്ട്. അപ്പം അതങ്ങനെ ഭയങ്കര ഒരു ഭീഷണിയില്ല ഇപ്പോൾ. പാലങ്ങാട്ട് ഷിബു, ഇളപ്പുകൾ ജോസ്, തുണ്ടത്തിൽ ബാബു എന്നിവരുടെ കൃഷിയിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായി. ജലപാത അടഞ്ഞതിനാൽ പ്രദേശം ഒരു തടാകത്തിന്റെ രൂപം കൈക്കൊണ്ടിരിക്കുകയാണ്. വെള്ളക്കെട്ട് തുടർന്നാൽ കൂടുതൽ കൃഷിനാശത്തിനും അപകട സാധ്യതയ്ക്കും ഇടയാക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വിവരമറിഞ്ഞ് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KD പ്രവീൺ, പെരിങ്ങോം അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഭൂമിക്കടിയിലുള്ള ജലപാത എത്രയും വേഗം തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 04985 240 650.